മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി. 14 പേരുടെ അപേക്ഷ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. കിരൺ ബാബു ചേരുന്നു നമുക്കൊപ്പം. കിരൺ, നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഈ മാസം തന്നെ ആദ്യ പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറുമെന്ന്. ഇപ്പോൾ ആദ്യ പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന അഭയാർത്ഥികൾക്കെന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശം? സജിത്ത്, രാജ്യം തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമം ആദ്യമായി ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഇങ്ങനെ നേരത്തെ നടപ്പാക്കുമെന്ന് നേരത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് 14 പേർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല കൈമാറി. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കിയിരുന്നു. പാർലമെന്റ് 2019 ഡിസംബറിലാണ് ലോക്സഭയിൽ പാസ്സാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ആ നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ മാർച്ചിലാണ്, 2024 മാർച്ചിലാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തത്. ആ സമയത്തടക്കം വ്യാപകമായ രീതിയിലേക്ക് വലിയ എതിർപ്പുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലുമെല്ലാം ഉയർന്നിരുന്നു. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാന എതിർപ്പായി. ഇന്ത്യൻ പൗരത്വത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മതം മാനദണ്ഡമാക്കിയിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് മതം മാനദണ്ഡമാക്കി ഒരു ഭേദഗതി കൊണ്ടുവന്നത്. 3 രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനം നേരിടുന്ന വിഭാഗങ്ങൾ, അത് ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ, ഈ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാം എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതൽ. അതിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയിരിക്കുന്നു. അവിടെ മുസ്ലിം വിഭാഗങ്ങൾ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് മതപീഡനം നേരിടേണ്ടി വരുന്നത് മറ്റു മതങ്ങളാണ് എന്നതാണ് പ്രധാന മാനദണ്ഡമായി കേന്ദ്ര സർക്കാർ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. 11 വർഷം ഇവിടെ സ്ഥിര താമസമായിരുന്നവർക്കാണ് നേരത്തെ പൗരത്വം നൽകിയിരുന്നെങ്കിൽ അത് 6 വർഷമാക്കി ചുരുക്കി. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ എത്തിയവരാണ് ഇപ്പോൾ പൗരത്വത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ടാണ് ഈ അപേക്ഷകൾ പരിശോധിക്കുന്നത്. കേരളവും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ പോർട്ടൽ വഴിയാണ് ഇത്തരമൊരു അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അങ്ങനെ അപേക്ഷ സ്വീകരിച്ച് ഏത് സ്ഥലത്ത് നിന്ന് സ്വീകരിച്ചതാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ഇതിൽ ചിലരെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഒന്നും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാവണം ഇത്തരത്തിൽ പൗരത്വ ഭേദഗതിക്കുള്ള അപേക്ഷകൾ ലഭിച്ചതും അതിൽ 14 പേർക്ക് പൗരത്വം നൽകിയിരിക്കുന്നതും. ഇത് ആദ്യമായിട്ടാണ് 1955 പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു മാറ്റം വരുത്തുകയും ഭേദഗതി വരുത്തുകയും ആ നിയമം ഭേദഗതി അനുസരിച്ച് അതിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് 14 പേർക്ക് പൗരത്വം നൽകുകയും ചെയ്തത്. ഡൽഹിയിൽ ഇങ്ങനെ 300 പേർ അപേക്ഷയുണ്ട്. ഈ 300 അപേക്ഷകളിലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അത് അവസാന ഘട്ടത്തിലാണ് എന്നുള്ള സൂചനയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വ്യാപകമായ രീതിയിലേക്ക്, പ്രത്യേകിച്ച് ബംഗാളിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ വലിയ ചർച്ചയാവാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് പൗരത്വ ഭേദഗതി നിയമം. ആദ്യ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൻ്റെ വിവിധ ഘട്ടങ്ങളും ഉത്തർപ്രദേശിൻ്റെ വിവിധ ഘട്ടങ്ങളും ബീഹാറിൻ്റെ വിവിധ ഘട്ടങ്ങളും അടക്കം ഇനിയും നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഈ സംസ്ഥാനങ്ങളൊക്കെ BJP അത് പോസിറ്റീവായ ആയുധമായും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എതിരായും നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ അത്തരത്തിലേക്കുള്ള പ്രചരണമൊക്കെ നടക്കുന്നതാണ്. അതിനിടയിലാണ് എന്തായാലും രാജ്യത്ത് അങ്ങനെ ഒരു നിയമം നടപ്പാക്കുകയും ആ നിയമം അനുസരിച്ച് 14 പേർക്ക് ഇന്ന് ഇന്ത്യൻ പൗരത്വം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കി 14 പേർക്ക് പൗരത്വം ലഭ്യമായി എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത.